ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജുമുഅയെ അതിൻ്റെ പൂർണ്ണമായ പ്രതിഫലത്തോടു കൂടി സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് ഉണ്ടായ വീഴ്ചകൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ പലരുമുണ്ട്. അവർക്കൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും രഹസ്യവും പരസ്യവുമായ എല്ലാ ഇടങ്ങളിലും റബ്ബിൻ്റെ വിധികളും വിലക്കുകളും പാലിക്കുക, സൂക്ഷിക്കുക എന്നുള്ളത് സത്യവിശ്വാസികളായ നാം ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ആ സൂക്ഷ്മതയുടെ തോതിലാണ് നമ്മുടെ ഇഹപര വിജയം കിടക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ എല്ലാവരും രാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം. പാർട്ടി ഏത് എന്നുള്ളതല്ല, പാർട്ടികളല്ലല്ലോ രാഷ്ട്രീയം എന്നുള്ളത്. ഓരോ പൗരനും കവലകളിലും കമ്പോളങ്ങളിലും നമ്മുടെ സോഷ്യൽ മീഡിയകളിലും ഒക്കെ സജീവമായിട്ട് നടക്കുന്ന ഒരു സന്ദർഭമാണല്ലോ. ചില ആളുകളൊക്കെ പറയാറുണ്ട്, രാഷ്ട്രീയം എന്നത് ഒരു നല്ല മുസ്ലിമിന് ചേർന്നതല്ല. നല്ല മുസ്ലിം ചീത്ത മുസ്ലിം ഉണ്ടോ എന്നുള്ളതൊക്കെ വേറെ വിഷയം. എന്നാലും ഒരു മുസ്ലിമിന് ചേർന്നതല്ല. നമ്മളോടൊക്കെ ചില ആളുകൾ പറയും, നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ചേർന്നതല്ല കേട്ടോ രാഷ്ട്രീയം. എന്നിട്ട് അവർ തന്നെ പറയും രാഷ്ട്രീയം ശരിക്കും ചളിക്കുണ്ടാണ്. അപ്പോൾ അയാൾ സ്വയം ഞാനൊരു ചളിക്കുണ്ടിലാണ് നിൽക്കുന്നത് എന്നും ഞാൻ മോശപ്പെട്ട കാര്യമാണ് ചെയ്യുന്നത് എന്നും വിശ്വസിച്ചുകൊണ്ടാണ് നമ്മെ ഉപദേശിക്കുന്നത്. അപ്പോൾ അയാൾ അതിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരികയാണ് ചെയ്യേണ്ടത്, അതിൽ നിന്ന് മാറി നിൽക്കുക ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്താണ് ഇസ്ലാമിൽ രാഷ്ട്രീയം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ ചർച്ചയില്ലല്ലോ. ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ്? അപ്പോൾ ഖുതുബ വളരെ ശ്രദ്ധയോടുകൂടി ശ്രവിക്കണം, കേൾക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 2 ആയത്തുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകൾ. ഒന്ന് സൂറത്ത് ആലി ഇമ്രാൻ, 3-ാം അധ്യായം, ഖുർആനിലെ 3-ാം അധ്യായം ആലി ഇമ്രാന്റെ 103-ാമത്തെ ആയത്തും ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 256-ാമത്തെ ആയത്തും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ആലിമ്രാനിൽ പറയുന്നത് ഇങ്ങനെയാണ്: വഅതസിമു ബിഹബിലില്ലാഹി ജമീഅ. നമ്മളൊക്കെ പലതവണ കേട്ട് പഠിച്ച് മനഃപ്പാഠമാക്കിയുള്ള ആയത്താണ്. വഅതസിമു ബിഹബിലില്ലാഹി ജമീഅ. നിങ്ങൾ സത്യവിശ്വാസികളെ നേരത്തെ വിളിക്കുന്നുണ്ട്. നിങ്ങൾ അള്ളാഹുവിൻ്റെ ഹബിലിനെ, ഹബിലി എന്ന് പറഞ്ഞാൽ പാശം, കയർ, അള്ളാഹുവിൻ്റെ കയറിനെ നിങ്ങൾ മുറുകെ പിടിക്കണം എന്നൊരു പ്രയോഗം സൂറത്ത് ആലി ഇമ്രാനിൽ അള്ളാഹു നടത്തിയിട്ടുണ്ട്. മുഴുവനായും പിടിക്കണമെന്നു കൂടിയുണ്ട്. ഇനി സൂറത്തുൽ ബഖറയിലേക്ക് 256-ാമത്തെ ആയത്തിലേക്ക് വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമൻ യക്ഫുർ ബിത്താഗൂത്ത് വയുമിൻ ബില്ലാഹ് ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖ. ആരെങ്കിലും താഗൂത്തുകളെ നിഷേധിക്കുകയും, താഗൂത്ത് എന്താണെന്ന് ഇപ്പോൾ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല, അത് മറ്റൊരു വിഷയമാണ്. ഏതായാലും താഗൂത്തുകളെ തള്ളിക്കളയുകയും താഗൂത്തുകളെ നിഷേധിക്കുകയും വയുമിൻ ബില്ലാഹ്, എന്നിട്ട് അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്താൽ, അള്ളാഹ് പറയാ, താഗൂത്തുകളെ നിഷേധിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്താൽ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖ, അപ്പോൾ തീർച്ചയായും അവൻ നല്ല ബലിഷ്ഠമായ പാശത്തെ പിടിച്ചിരിക്കുന്നു, ബലിഷ്ഠമായ കയറിനെ പിടിച്ചിരിക്കുന്നു. ഈ 2 ഇടങ്ങളിലും അള്ളാഹുവിൻ്റെ ദീനിനെ ഉപയോഗിച്ച ഒരു പ്രയോഗം, ദീൻ എന്നതിന് പകരം കയർ, ഹബില് എന്നൊരു സ്ഥലത്ത്, ഉർവത്ത് എന്ന് മറ്റൊരു സ്ഥലത്ത്. അള്ളാഹിന്റെ ദീനിനെ എന്ന് പറഞ്ഞാൽ പോരെ പഠിച്ചവർക്ക്? വഅതസിമു ബിദീനില്ല എന്ന് പറഞ്ഞാൽ പോരെ? വഅതസിമു ബിഹബിലില്ല എന്ന് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? കാര്യം വ്യക്തമായില്ലേ? വഅതസിമു ബിദീനില്ല, നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിക്കൂ. അപ്പൊ ദീൻ എന്നതിന് പകരം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത് ബിഹബിലില്ല എന്നാണ്, കയറി എന്നാണ്. അതിന്റെ അർത്ഥം ദീൻ എന്നാണെന്ന് ഒരു പണ്ഡിതനും അഭിപ്രായ വ്യത്യാസമില്ല. അപ്പൊ ഖുർആനിലും ഹദീസുകളിലും പരിശുദ്ധ ഇസ്ലാമിനെ, ദീനിനെ, ഈ പ്രത്യയശാസ്ത്രത്തെ കയറിനോട് ഉപമിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സഹോദരങ്ങളെ കയറ്? കയറ് നമുക്ക് പറയാം, ഇപ്പോൾ ചകിരിയുടെ കയറെടുക്കാം.
ചകിരിയുടെ കയറാണെങ്കിൽ ആ ചകിരിയുടെ ഓരോ നൂലുകളും, അല്ലെ, ഓരോ നൂലുകളും ചേർത്തുകൊണ്ടാണ് ചകിരിയുടെ കയറുണ്ടാക്കുന്നത്. മറ്റു കയറുകളും അങ്ങനെ തന്നെയാണ്, ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ പല നൂലുകൾ ചേർന്നുകൊണ്ടാണ് കയർ ഉണ്ടാക്കപ്പെടുന്നത് എങ്കിൽ അങ്ങനെ ഇസ്ലാം എന്ന് പറയുന്ന ദീന് പല നൂലുകൾ ചേർന്നുകൊണ്ടുണ്ടായതാണ്. പല നൂലുകൾ. ആ നൂല് സാംസ്കാരികം എന്ന് പറയുന്ന ഒരു നൂലുണ്ട്, ധാർമ്മികം എന്ന് പറയുന്ന നൂലുണ്ട്, സദാചാരം എന്ന് പറയുന്ന മറ്റൊന്നുണ്ട്, അതുപോലെ സാംസ്കാരികം എന്ന് പറയുന്നുണ്ട്, കുടുംബപരം, വൈയക്തികം, ഇങ്ങനെ തുടങ്ങി എല്ലാം അടങ്ങിയത് മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും. അതിൽ പിന്നെ രാഷ്ട്രീയം പെടുമോ, ആ നൂലിൽ രാഷ്ട്രീയം ഉണ്ടോ എന്നതുകൂടി നമ്മൾ പരിശോധിക്കണം. ഞാൻ ഒരു ഹദീസ് കൂടി ശ്രദ്ധയിൽപ്പെടുത്തുന്നു. മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കണേ. റസൂല് പറഞ്ഞു, ലതുൻകലന്ന ഉറൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഉറ, നേരത്തെ പറഞ്ഞ ഈ കയർ, ആ കയറിന് എന്താ പറയാ, അഴിക്കപ്പെടും, മുറിക്കപ്പെടും, കട്ട് ചെയ്യപ്പെടും. ലതുൻകലന്ന ഉറൽ ഇസ്ലാം ഉർവതൻ ഉർവ, ഓരോന്നായിട്ട്, ഒറ്റടിക്ക് മുഴുവനായി ഇല്ലാതാക്കാൻ ശത്രുക്കൾക്ക് കഴിയില്ല. അവർ ഓരോന്നെടുക്കും. അപ്പോൾ റസൂല് പറയാ, ഫകുല്ലമൻ തഖലത് ഉർവത്തുൻ, അങ്ങനെ ഒരു നൂല്, ഇസ്ലാമിൽ നിന്ന് ഒരു നൂല് അങ്ങ് നഷ്ടപ്പെട്ടാൽ തശബ്ബസന്നാസു ബില്ലതി തലിഹ, ജനങ്ങൾ അടുത്ത നൂലിൽ ചാടിപ്പിടിക്കും. ഏതുപോലെ ഈ തശബ്ബസ എന്ന പ്രയോഗം പോലും എട്ടുകാലിയെ കുറിച്ച് ഉപയോഗിച്ച പ്രയോഗമാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, എട്ടുകാലിയുടെ ആ വല ഉണ്ടല്ലോ, ആ വല ഒന്നിങ്ങനെ വെറുതെ നിങ്ങൾ വലിച്ചു നോക്ക്, എട്ടുകാലി ബാക്കിയുള്ളതിലേക്ക് ചാടിപ്പിടിക്കും. പിന്നെയും വലിച്ചാൽ പിന്നെയും ബാക്കിയുള്ളതിലേക്ക് പിടിക്കും. അവസാന വല ചുമരിലോ മറ്റോ കയറി രക്ഷപ്പെടുന്ന പോലെ ഇസ്ലാമിന്റെ ഒരു നൂലങ്ങണ്ട് വലിക്കും. ഒരു നൂല് വലിച്ചാൽ ആ ബാക്കിയുള്ളത് ഉണ്ടല്ലോ എന്ന് കരുതി അടുത്തതിൽ പിടിക്കും. ആരാ പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, വേണമെങ്കിൽ ഒരു പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു സ്റ്റേഷനിൽ കൊണ്ടുപോയി. അപ്പൊ പോലീസ് പറഞ്ഞു, ഇവനിങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുക. അപ്പൊ പോലീസ് പറഞ്ഞു, അടിക്കടാ ഷർട്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവന് പേടിയുണ്ടെങ്കിൽ പോലും ഷർട്ട് അയച്ചു, കാരണം ബനിയൻ ഉണ്ടല്ലോ, മുണ്ടുണ്ടല്ലോ എന്നൊരു സമാധാനം. അതിലവൻ സമാധാനിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ അഴിക്കടാ ബനിയൻ എന്ന് പറഞ്ഞു, ഇന്നറും കൂടി അയക്കാൻ പറഞ്ഞു, ബനിയൻ അയക്കാൻ പറഞ്ഞു. അപ്പോഴും അയക്കുമ്പോഴും പേടിയുണ്ടെങ്കിലും അവന് അടുത്തതുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു. മുണ്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ മുണ്ടയക്കാൻ പറഞ്ഞു. അങ്ങനെ ഓരോന്നായി അഴിക്കപ്പെടുന്നത് പോലെ ഇസ്ലാമിന്റെ ഓരോ നൂലുകളും, ഈ കയറാകുന്ന ഈ ദീനിൽ നിന്ന് ഓരോ നൂലുകളും അതിനെ മുറിക്കപ്പെടുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തീർന്നില്ല. എന്നിട്ട് റസൂൽ പറയുന്നത് അറിയോ? പിന്നെ റസൂൽ പറയാ, ഫഅവ്വലുഹുന്ന നഖ്ലൻ, ഏറ്റവും ആദ്യം ആ ദീനിൽ നിന്ന് മാറ്റപ്പെടുന്ന നൂല് അൽ ഹുക്മു, അധികാരമാണ്, രാഷ്ട്രീയമാണ്, ഭരണമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ എന്റെ വക പറയുന്നതല്ല, അള്ളാഹിന്റെ റസൂലിൽ വിശ്വസിക്കുന്നവരാണല്ലോ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആ റസൂല് 1400 വർഷങ്ങൾക്കപ്പുറം മദീനയിൽ തുടക്കം കുറിച്ച ഒരു ഇസ്ലാമിക രാഷ്ട്രമുണ്ട്, ഒരു ക്ഷേമാധിഷ്ഠിത രാഷ്ട്രമുണ്ട്. അള്ളാഹിന്റെ റസൂലിൽ നിന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങള്, പിന്നെ ഉമർ അൽ ഫാറൂഖ്, പിന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, പിന്നീട് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹും, പിന്നെ അതിനുശേഷം ഉമവികൾ ദീർഘകാലം ഭരണം നടത്തി, പിന്നെ അബ്ബാസികൾ ഭരണം നടത്തി, പിന്നെ പല ചെറിയ ഭരണകൂടങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന് 1924 വരെ, 1924 എന്ന് പറഞ്ഞാൽ 100 വർഷമായിട്ടുള്ളൂ. 100 വർഷം മുമ്പ് വരെ അങ്ങകല മദീനയിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂല് തുടക്കം കുറിച്ച ഇസ്ലാമിക രാഷ്ട്രീയ വ്യവസ്ഥ, ഭരണ വ്യവസ്ഥ ലോകത്ത് ചെറിയ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ആടലും ഉലയലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും നിലനിന്നിരുന്നു. മദീനയാണ് ആദ്യത്തെ അതിന്റെ ക്യാപിറ്റൽ എങ്കിൽ, ആസ്ഥാനമെങ്കിൽ, ഏറ്റവും അവസാനം 924 തുർക്കിയായിരുന്നു അതിന്റെ ആസ്ഥാനം. ഒട്ടോമാൻ ഭരണകൂടമായിരുന്നു. ആ തുർക്കിയിൽ കമാൽ പാഷ എന്ന് പറയുന്ന അത്താതുർക്കി എന്ന് അറിയപ്പെടുന്ന എന്നേ പറയാൻ പറ്റൂ. അത്താതുർക്കി എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചുകൂടാ. ആ മുസ്തഫ കമാൽ പാഷ എന്ന് പറയുന്ന ഇസ്ലാമിക വിരുദ്ധൻ, ഇസ്ലാമിക ഖിലാഫത്തിന് 6 അടി മണ്ണിൽ ഞാനിതാ കബറടക്കിയിരിക്കുന്നു എന്നവൻ പ്രഖ്യാപിച്ചു. അന്നത്തെ ഇസ്ലാമിക ശത്രുക്കളുടെ എല്ലാവിധ ഒത്താശയോടും കൂടി. ഞാൻ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പുലർന്നു. ആദ്യം മാറ്റപ്പെട്ടത് ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന, അധികാരം എന്ന് പറയുന്ന, ഭരണം എന്ന് പറയുന്ന സംവിധാനമാണ്.
അപ്പൊ എന്ത് ചെയ്തു? എട്ടുകാലി ചാടി പിടിക്കുന്ന പോലെ ബാക്കിയൊക്കെ ഉണ്ടല്ലോ, അതിലായിരുന്നു നമ്മളൊക്കെ സമാധാനിച്ചത് അല്ലേ? ബാക്കിയെല്ലാം ഉണ്ടല്ലോ എന്ന് നമ്മളെല്ലാവരും സമാധാനിച്ചു. പക്ഷേ എന്ത് സംഭവിച്ചു? അന്ന് അവർ പ്രഖ്യാപിച്ചു, നമ്മൾ പഠിക്കണം. അവര് പറഞ്ഞതാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ നമ്മുടെ കാതിൽ നിരന്തരമായി ഓതി പഠിപ്പിച്ചതാണ് അദ്ദീനുലില്ല, മതം ദൈവത്തിന്, മതം ദൈവത്തിന്, വൽ ഹുക്മു ലിന്നാസ്, അധികാരം രാഷ്ട്രീയം ജനങ്ങൾക്ക്. അവര് പറഞ്ഞതാണ് ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസർക്കുള്ളത് സീസർക്കും കൊടുക്കണമെന്ന് പറയുന്ന ക്രിസ്തീയ പൗരോഹിത്യത്തിന്റെ ഈ അബദ്ധ ജടിലമായ വാദം ഇസ്ലാമിലും ഉടലെടുത്തു. അങ്ങനെയാണ് ഈ സംഗതി കൊണ്ട് പോയത്. ഇത് പോയാൽ എന്താ ചെയ്യാ? പിന്നെ ഓരോന്നോരോന്ന് നമ്മൾ അറിയുന്നില്ല, നമ്മൾ അടുത്തേക്ക് ചാടിപ്പിടിക്കുകയാണ്. പിന്നെ സാംസ്കാരികമായി തകർക്കപ്പെട്ടു. എവിടെയാ മുസ്ലിമീങ്ങളെ നമ്മുടെ സംസ്കാരം? ഇസ്ലാമിന്റെ ഇസ്സത്ത് എവിടെയാണ്? പിന്നെ സദാചാരപരമായി തകർക്കപ്പെട്ടില്ലേ? ക്യാമ്പസുകളിൽ നമ്മുടെ കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും, അവർ ഇസ്ലാമായിരിക്കെ തന്നെ ഞാൻ മുസ്ലിമാണ്, ഞാൻ ദേശീയ മുസ്ലിമാണെന്നൊക്കെ പറയുന്ന കോലത്തിലേക്ക് പലതും അവർ സദാചാരപരമായി ധാർമ്മികപരമായി തകർന്ന് തരിപ്പണമായിട്ടില്ലേ? അങ്ങനെ ഓരോന്ന് പോകും. എന്നിട്ട് റസൂൽ അവസാനം പറഞ്ഞെന്നറിയോ? ഏറ്റവും അവസാനം ഈ ദീനിൽ നിന്ന് അഴിക്കപ്പെടുന്ന ദൂല് അസ്വലാ, നിസ്കാരമാണ്. അവിടേക്ക് എത്തിയിട്ടില്ല അല്ലെ? കാരണം ഹജ്ജ് നിലനിൽക്കുന്നുണ്ട്, നോമ്പ് നിലനിൽക്കുന്നുണ്ട്, സക്കാത്തിന്റെ കുറെ ഭാഗങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്, എല്ലാം പോകും. നിസ്കാരമാണ് അവസാനം. അപ്പൊ നമ്മൾ അറിയില്ല, നമ്മൾ അങ്ങോട്ട് സ്വാഭാവികമായും അതിനോട് പൊരുത്തപ്പെടും. ഇപ്പൊ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇസ്ലാമിന് അന്യമായി തീർന്നു. ആരൊക്കെയോ നമ്മൾ അറിയാതെ നിരന്തരമായി മീഡിയകളും മറ്റും വർക്ക് ചെയ്തതിന്റെ ഫലമായി നമ്മൾ വിശ്വസിച്ചു വശായി തീർന്നിരിക്കുന്നു. അങ്ങനെ പോയി പിന്നെ നിസ്കരിക്കുന്ന മുസ്ലിം, ശ്രദ്ധിക്കണേ, ഹജ്ജിന് പോകുന്ന മുസ്ലിം അവന് പലിശയുമായി ബന്ധപ്പെടുന്നു. കാരണം എന്താ? ഇത് നിലനിർത്തിക്കൊണ്ട് തന്നെ പലിശ വാങ്ങാം, പലിശ കൊടുക്കാം. അവൻ നിസ്കരിക്കുന്ന മുസ്ലിം വിവാഹത്തിൽ ദൂർത്ത് കൊണ്ടാടുന്നു. അതവന് തടസ്സമല്ല, കാരണം അതിലും അവൻ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഇങ്ങനൊക്കെ ഉണ്ടായാൽ എന്താ സംഭവിക്കാന്നറിയോ? അതുകൂടി കേട്ടോ. ഇങ്ങനെ ഉണ്ടായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ ജൂതന്മാരുടെ കഥകൾ, സംഭവങ്ങൾ വിശദമായി പഠിപ്പിക്കുന്നു. എന്തിനാണ് മുഅ്മിനീങ്ങളെ അതൊക്കെ നമ്മളോട് പറയുന്നത്? അതിൽ നമുക്ക് ഗുണപാഠമുണ്ട്. ജൂതന്മാരെ പോലെ ആകാൻ പാടില്ല. വിശദമായി സൂറത്തുൽ ബഖറയിൽ അതിങ്ങനെ പറഞ്ഞ ശേഷം അല്ലാഹു തആല പറയുന്നു, സുമ്മ അൻതും ഹൗലാ, എന്നിട്ട് ഇതാ നിങ്ങള്, തൗറാത്ത് കൈപ്പറ്റിയ നിങ്ങള്, മൂസാ നബിയിൽ വിശ്വസിച്ച നിങ്ങള്, അള്ളാഹുൽ വിശ്വസിച്ച നിങ്ങള്, അള്ളാഹുവിനോട് പല വിധത്തിലുള്ള കരാറിൽ ഏർപ്പെട്ട നിങ്ങള്, സുമ്മ അൻതും ഹൗലായി, ഇതൊക്കെ പറഞ്ഞ നിങ്ങൾ, തുഖ്രിജൂന അൻഫുസക്കും തഖ്തുലൂന അൻഫുസക്കും, നിങ്ങൾ പരസ്പരം കൊല്ലുകയല്ലേ. ഇവരെങ്ങനെ പരസ്പരം കൊന്നെന്നറിയോ? റസൂല് മദീനയിൽ പോകുമ്പോ, മദീനയിലെത്തുമ്പോ, മദീനയിലെ പ്രധാനപ്പെട്ട ജൂത ഗോത്രങ്ങളാണ് ബനു ഖുറൈള, ബനു നളിർ, ബനു കൈനുക. നമ്മൾ അറിയണം, ബനു ഖുറൈള, ബനു നളിർ, ബനു കൈനുക, ജൂതഗോത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ മുസ്ലിങ്ങൾ, തൗറാത്ത് അനുസരിച്ച് ജീവിക്കേണ്ട ആളുകൾ. ഇവരെന്ത് ചെയ്തു? ഇവര് അന്നത്തെ അവിടുത്തെ രണ്ട് പ്രധാന കക്ഷികളുണ്ട് മദീനയിൽ. അന്ന് മദീനയിൽ മാറി മാറി ഭരണം നടത്തുന്ന അറബ് ഗോത്രങ്ങൾ, അതൊന്ന് ഔസും മറ്റൊന്ന് ഖസ്റജുമാണ്. നന്നായി ശ്രദ്ധിച്ചോളണം, എങ്കിലേ മനസ്സിലാകുള്ളൂ. ഒന്ന് ഔസും മറ്റൊന്ന് ഖസ്റജുമാണ്. ഈ ഔസും ഖസ്റജും ഭയങ്കര കോട്ടിയാണ്. ഇവർ 5 കൊല്ലം അവർ ഭരിച്ചാൽ, നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ മനസ്സിലാവണേ, ഇപ്പൊ അങ്ങനെ പറഞ്ഞാൽ മതി. 5 കൊല്ലം അവർ ഭരിച്ചാൽ 5 കൊല്ലം ഇവർ ഭരിക്കും. ഭയങ്കര കോട്ടിയാണ്. അപ്പൊ ഈ ജൂതഗോത്രന്മാരെന്ത്, ചില ആളുകൾ ഔസിന്റെ കൂടെ കൂടി, ചില ആളുകൾ ഖസ്റജിന്റെ കൂടെ കൂടി. സ്വാഭാവികമായും ഇവർ കോട്ടിയായതുകൊണ്ട് മുസ്ലിങ്ങൾ പരസ്പരം പോരടിക്കേണ്ടി വന്നു. അതിനെയാണ് അല്ലാഹു തആല വിമർശിച്ചത്. ഇപ്പൊ നമ്മുടെ അവസ്ഥ എന്താ? വാട്സാപ്പിലും ഫേസ്ബുക്കിലും അതേപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പാർട്ടി തിരിഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾ തമ്മിൽ തല്ലല്ലേ. എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയകളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദമായി പറയുന്നുണ്ട്, ശക്തമായി താക്കീത് ചെയ്തു. അങ്ങനെ പോലെ എന്താ സംഭവിക്കുന്നറിയോ? പണ്ടൊരു കഥയുണ്ട്. കഥ എന്തിനാ പറയുന്നത്? ഗുണപാഠത്തിന് വേണ്ടിയാണ്. കഥകളിൽ ഗുണപാഠമുണ്ട്. ഖുർആനിൽ ഒരുപാട് കഥകളുണ്ട്, ഹദീസിൽ ധാരാളം കഥകളുണ്ട്. ഞാൻ പറയുന്നത് ഖുർആനിലെയോ ഹദീസിലെ കഥയല്ല. ഒരു നാട്ടിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു, ഒരു രാജഭരണമായിരുന്നു. അങ്ങനെ ആ നാട്ടിലെ ഒരു പൗരൻ ഗുരുതരമായ തെറ്റ് ചെയ്തു.
പൊറുക്കാൻ പറ്റാത്ത തെറ്റ്. രാജാവിന്റെ മുന്നിൽ ആ വ്യക്തിയെ ഹാജരാക്കപ്പെട്ടു. രാജാവ് വിവരങ്ങളെല്ലാം അന്വേഷിച്ച ശേഷം ഇദ്ദേഹത്തോട് പറഞ്ഞു, സഹോദര, നിനക്ക് ഞാൻ 2 ഓപ്ഷൻ തരാം, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, ശിക്ഷ ഉറപ്പാണ്. ഒന്നുകിൽ നിനക്ക് 100 ഉള്ളി, സവാളല്ലേ, 100 ഉള്ളി നീ തിന്നണം, ഇതാണ് നിനക്കുള്ള ശിക്ഷ. അല്ലെങ്കിൽ 100 ചാട്ടവാറ് കൊണ്ടുള്ള 100 അടി ഏൽക്കണം. ഇഷ്ടമുള്ളത് നിനക്ക് തിരഞ്ഞെടുക്കാം. ഉള്ളിയാണ് തിന്നുന്നതെങ്കിൽ ഉള്ളി മുഴുവനായി തിന്നണം. ചാട്ടവാറ് അടിയാണെങ്കിൽ അത് മുഴുവനായി കൊള്ളണം. അതല്ല ഇടക്ക് വെച്ച് നിർത്തുകയാണെങ്കിൽ മറ്റേത് പിന്നെ ആദ്യം മുതൽ തുടങ്ങേണ്ടി വരും. ഇതായിരുന്നു അവനിങ്ങനെ തീരുമാനിച്ചപ്പോൾ. അടി കൊള്ളുക എന്നുള്ള എളുപ്പമുള്ള കാര്യമല്ല. തൽക്കാലം എന്ത് ചെയ്യാം, ഉള്ളി തിന്നാം. അങ്ങനെ ഉള്ളി തിന്നു. ഉള്ളി ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ 10, 20, 25, 30 ഉള്ളിയൊക്കെ ആയപ്പോ അവൻ ഇങ്ങനെ വായൊക്കെ ചൊറിയാൻ തുടങ്ങി, കണ്ണീന്നും മൂക്കിന്നൊക്കെ വെള്ളം വരാൻ തുടങ്ങി. അവൻ പറഞ്ഞു, രാജാവ് എനിക്ക് പറ്റൂല, ഞാൻ അടി കൊണ്ടോളാം. ഓക്കെ എന്നെങ്കിൽ അടിയെങ്കിൽ അടി. അങ്ങനെ അടി തുടങ്ങി. അടി ഇങ്ങനെ കുറച്ച് അടിയായപ്പോ അവൻ പറഞ്ഞു, സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഉള്ളി തന്നെ തിന്നോളാം. അങ്ങനെ 5 കൊല്ലം അടിയും 5 കൊല്ലം ഉള്ളിയും തിന്ന് നിരന്തരമായി പരീക്ഷിക്കപ്പെട്ട് രക്ഷപ്പെടാത്ത ഒരു കൗമായി നമ്മൾ പോകണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഈ ഒരു ദുരവസ്ഥ വരാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിട്ട് പറയുന്നത് എന്താ അറിയോ? ഇത്തരം ഒരു രാഷ്ട്രീയ നിലപാട് ജൂതന്മാർ സ്വീകരിച്ചപ്പോൾ, ഇത് രാഷ്ട്രീയ നിലപാടാണ്, അവസരവാദ രാഷ്ട്രീയം ജൂതന്മാർ സ്വീകരിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിച്ചു, അഫതുമിനൂന ബിബഅദിൽ കിതാബ്, നിങ്ങൾ അല്ലാഹുവിന്റെ കിതാബിലെ ചില കാര്യങ്ങൾ വിശ്വസിക്കുകയാണോ? വതക്ഫുറൂന ബിബഅദിൻ, വേറെ ചില കാര്യങ്ങൾ നിഷേധിക്കുകയുമാണോ? എത്ര സിമ്പിളല്ലേ. ഇഷ്ടമുള്ളതൊക്കെ വിശ്വസിക്കുക, ഇഷ്ടമുള്ളതൊക്കെ വിശ്വസിക്കുക. തട്ടം ഞാൻ ഇടില്ല. ഇസ്ലാമിൽ നിന്ന് ഒരാൾ പുറത്തു പോകാൻ, ഇസ്ലാമിനെ നിഷേധിയാകാൻ ഇസ്ലാമിനെ അങ്ങോട്ട് തള്ളിപ്പറയൊന്നും വേണമെന്നില്ല കേട്ടോ. റസൂലിനെ തള്ളിപ്പറയൊന്നും വേണ്ട. റസൂല് പറഞ്ഞതാണെന്ന് ബോധ്യപ്പെട്ട ഒരക്ഷരം തള്ളിപ്പറഞ്ഞാൽ അവൻ ദീനിൽ നിന്ന് പുറത്താണ്. കാരണം റസൂൽ മെസ്സഞ്ചർ ഓഫ് അല്ലാഹ്, മെസ്സഞ്ചർ ഓഫ് അല്ലാഹ്, അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് നീ ഒപ്പിട്ട് കൊടുത്തതാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നീ ഒപ്പിട്ടതല്ലേ? നീ ഒപ്പിട്ടിട്ടല്ലേ ദീനിലേക്ക് കയറിയത്? അതാ ചുമ്മാ അങ്ങോട്ട് പറഞ്ഞു പോയതാണോ? ഈ മുദ്രപത്രത്തിൽ എഴുതിയ മുഴുവൻ കാര്യങ്ങളും ഞാൻ അംഗീകരിക്കുന്നു, വള്ളി പുള്ളി വിടാതെ ഞാൻ അംഗീകരിക്കുന്നു എന്നല്ലേ അതിന്റെ താഴെ ഒരാൾ സൈൻ ചെയ്താൽ അതിന്റെ അർത്ഥം? ഒരാൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും പറയുന്നതിനെ 100% ഞാൻ അംഗീകരിക്കുന്നു എന്നാണ് അതിന്റെ പച്ച മലയാളം. അവനാണ് മുസ്ലിം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള മുസ്ലിങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക, ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നവർക്കുള്ള പ്രതിഫലം, ഇത്തരം നീചമായ നിലപാട് ഖുർആനാണ് കേട്ടോ ഞാൻ ഓതുന്നത്. ഒന്ന് മറിച്ച് നോക്കിക്കോ. ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 85-ാമത്തെ ആയത്താണ്. ആ നിലപാട് പറയുന്നു, ഇത്തരം ഒരു നിലപാട് ആരെങ്കിലും സ്വീകരിച്ചാൽ ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും ഇല്ലാ ഖിസ്യുൻ, അവനക്കുള്ള പ്രതിഫലം നിന്ദ്യതയാണ്. അല്ലാഹു തആല അവനെ നിന്ദിച്ചു കളയും. ബാബരി മസ്ജിദിന്റെ താടികക്കുടങ്ങൾ തകർത്ത് തരിപ്പണമാക്കുമ്പോൾ ഒന്ന് വിരൽ ചൂണ്ടിയെങ്കിലും ചോദ്യം ചെയ്യാൻ കെൽപ്പില്ലാത്ത വിധത്തിലേക്ക് ഈ സമുദായം നട്ടല് നഷ്ടപ്പെട്ടവരായിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ ശിക്ഷയാണ്. അപ്പൊ നമ്മളിവിടെ ന്യൂനപക്ഷമല്ലേ ഉസ്താദ്, നമ്മൾ ഭൂരിപക്ഷമല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവർ ആലോചിക്കണം. മദീനയിലെ സ്വഹാബാ കിറാം മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷമായിരുന്നില്ല. ഇന്ത്യയിൽ 800 വർഷത്തോളം ഇന്ത്യ രാജ്യത്തിന്റെ ഭരണകിരാസിര കേന്ദ്രത്തിൽ മുസ്ലിങ്ങൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് ഭൂരിപക്ഷമായിട്ടല്ല. ഭൂരിപക്ഷം എന്നതല്ല, നിലപാടാണ് പ്രധാനം. ചില ആളുകളൊക്കെ ചോദിക്കേ, നിങ്ങൾ ഈ 2, 3, 4 ആളൊക്കെ നടന്നിട്ട് എന്താകാനാ? എന്റെ പ്രിയമുള്ളവരെ, 1000 അടി 1000 സ്റ്റെപ്പ് അപ്പുറം ഒരാൾ എത്തിയിട്ടുണ്ടെങ്കിൽ ആദ്യം അയാൾ നടന്നത് എത്രയാണ്? 1 സ്റ്റെപ്പാണ്, പിന്നെ 2ആണ്. അങ്ങനെ അല്ലാണ്ട് നേരെ 10ലേക്കും 20ലേക്കും 100ലേക്കും ഒന്നും എത്തുന്നില്ല. ഓരോരോ സ്റ്റെപ്പുകൾ വെച്ചുകൊണ്ടാണ്. അതിന് ശ്രമിക്കണം, അതിന് പണിയെടുക്കണം. നിങ്ങൾ നോക്ക്, ഫിർഔൻ മുസ്ലിം ആകൂല എന്ന് റസൂൽ അള്ളാഹ് അറിഞ്ഞൂടെ? ഉറപ്പല്ലേ ഫിർഔൻ മുസ്ലിം ആകൂല?
എന്നിട്ട് എന്തേ മൂസാ നബിയോട് അല്ലാഹു പറഞ്ഞു, മൂസ നീ പോകണം, ഫഅതിയാഹു ഫിർഔന്റെ അടുത്ത് ചെല്ലണം, ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന അവനോട് നന്നായി ഒന്ന് പറഞ്ഞു നോക്കണം. അത് നമ്മുടെ ദൗത്യമാണ്, പണിയെടുക്കുക എന്നുള്ളത്. പണിയെടുക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഉടനെ ന്യായങ്ങളൊന്നും പറഞ്ഞുകൂടാ. നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. മാറ്റം ഉണ്ടാക്കുന്നവൻ അള്ളാഹുവാണ്. ആ മാറ്റത്തിന്റെ റിസൾട്ട് കാണുന്നതിന് മുമ്പ് നാം അങ്ങാനും ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞാൽ അള്ളാഹുവിനോട് നമുക്ക് പറയാം, പടച്ച റബ്ബേ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, ഞാൻ പണിയെടുത്തിട്ടുണ്ട്, ഇല്ലേ? അല്ലാതെ പിന്നെ അതെന്തെങ്കിലൊക്കെ ആയിക്കോട്ടെ എന്ന് വെക്കാൻ പാടില്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇത്രയും പറഞ്ഞാൽ ചില ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പൊ രാഷ്ട്രീയം പോയി, സംസ്കാരം പോയി, പിന്നെ സദാചാരം പോയി, എല്ലാം പോയി. ഇത് റസൂല് പറഞ്ഞതല്ലേ, ഇനിയിപ്പോ നമ്മൾ പറഞ്ഞിട്ട് ഇതൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റൂലല്ലോ, റസൂല് പറഞ്ഞു തീർന്നില്ലേ? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തറിയോ, ഈ പറഞ്ഞ അധപ്പതനം, ജൂതന്മാരെ പോലെയുള്ള അധപ്പതനം മുസ്ലിം സമൂഹത്തിൽ വ്യാപകമായി ഒരിക്കലും സംഭവിക്കില്ല. മഹാഭൂരിപക്ഷം അങ്ങനെയായേക്കാം. പക്ഷേ ഒരു ചെറിയ വിങ്, ഒരു ചെറിയ വിഭാഗം, അള്ളാന്റെ റസൂല് പറഞ്ഞു, ഫത്തൂബാ ലിൽ ഉറബ, ഇസ്ലാം ആരാരും ഏറ്റെടുക്കാനില്ലാത്ത, അതിന്റെ പ്രബോധന ദൗത്യം ഏറ്റെടുക്കാൻ ആളുകളില്ലാത്ത ഒരു കാലം വരുമെന്നും അന്ന് ഫത്തൂബാ ലിൽ ഉറബ, അന്ന് ഉറബാക്കൾക്ക് ആശംസകൾ എന്ന് പറഞ്ഞു റസൂല്. ഉറബാഇന് ആശംസകൾ. സഹാബത്ത് ചോദിച്ചു, അമൽ ഉറബാഉ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ആരാണ് ഉറബാക്കൽ? അങ്ങ് പ്രാർത്ഥിച്ചുവല്ലോ, അങ്ങ് ആശംസ നേർന്നല്ലോ റസൂലേ, ആ ഉറബാക്കൾ ആരാണ് നബിയെ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ലദീന യുഫ്സിദൂന മാ അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദന്നാസ്, അവര് ജനങ്ങള് കേടാക്കിയതിനൊക്കെ റിപ്പയർ ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെ ഒരു ടീം ഉണ്ടാവും. അവരെ പണി അതാണ്. അവർ ഇസ്ലാഹി പ്രവർത്തനം, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, കുടുംബപര, വ്യക്തിപരമായ എല്ലാ മേഖലകളിലും സമഗ്രമായ, സമ്പൂർണമായ ഇസ്ലാമിന്റെ പ്രതിനിധാനം നിർവഹിക്കുന്ന ഒരു വിഭാഗം എന്നും ഉണ്ടാകും. ഇലാ യൗമുൽ ഖിയാമ ളാഹിരീന അലൽ ഹഖ്, അവരെന്നും സത്യത്തിൽ നിലകൊള്ളുന്നവരായി ഉണ്ടായിരിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മാറ്റത്തിന് വേണ്ടിയാകണം നമ്മുടെ ഓരോ തീരുമാനങ്ങളുമെന്ന്. നമ്മുടെ ഓരോ തീരുമാനങ്ങളും നാം ഒരാൾക്ക് ഒപ്പ് ചാർത്തി കൊടുക്കുന്നുണ്ടെങ്കിൽ, നാം കയ്യൊപ്പ് ചാർത്തുന്നുണ്ടെങ്കിൽ അത് മാറ്റത്തിന് വേണ്ടിയുള്ള തീരുമാനത്തിന്റെ ഭാഗമായിരിക്കൽ വിശ്വാസികളുടെ വിശ്വാസപരമായ തേട്ടമാണ് എന്ന് വളരെ ആത്മാർത്ഥമായി ഈ മിമ്പറിൽ നിന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ആദ്യം എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജുമുഅ, ഞങ്ങളുടെ ഖുതുബ, ഞങ്ങളുടെ നിസ്കാരം എല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ദീൻ സമഗ്രമായി സമ്പൂർണമായി മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഇസ്ലാമിന് വേണ്ടി നിലനിൽക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹുവേ ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തുന്നേ റഹ്മാനെ. അല്ലാഹുവേ, അതിനുള്ള ഈമാന്, അതിനുള്ള ഇൽമ്, അതിനുള്ള തഖ്വ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണേ അല്ലാഹുവേ, ഞങ്ങളുടെ മഹല്ലത്തില് സന്തോഷവും സമാധാനവും ഐക്യവും നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ പലരുടെയും മാതാപിതാക്കൾ അടക്കമുള്ള ഒരുപാട് ആളുകൾ റഹ്മാനായ റബ്ബേ, അവർക്കെല്ലാം നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.